ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്ത് സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് റെസ്റ്റ് ആൻഡ് റിജുവിനേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റെസ്റ്റ് ആൻഡ് റിജുവിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ 1+9 10 എന്ന് പറയുമ്പോൾ എന്താണ്? 1ന്റെ എനർജി. അതായത് ഒരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. വളരെ നല്ല എനർജിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ തളിർത്തു കൊഴുത്ത് വീണ്ടും ഉന്മേഷം പ്രാപിച്ച് വീണ്ടും നല്ലൊരു ലൈഫിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നെഗറ്റീവായ എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നത് വളരെ വളരെ നല്ല പോസിറ്റീവായ എനർജിയിലേക്കാണ് വരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ റെസ്റ്റ് എടുക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവണം. ഇവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ മരങ്ങളൊക്കെ ഇലകൾ പഴയ ഇലകളെ കളഞ്ഞിട്ട് പുതിയ ഇലകളോടുകൂടി തളിർത്തു കൊഴുത്ത് വരുന്നത് പോലെ, അതുമല്ല എങ്കിൽ പാമ്പുകൾ പടം പൊഴിച്ച് പഴയ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വീണ്ടും നവോന്മേഷം പ്രാപിച്ച് മുന്നോട്ട് വരുന്നത് പോലെ, പുതുജീവൻ വെച്ച് മുന്നോട്ട് വരുന്നത് പോലെ നിങ്ങളും പുതിയ ജീവൻ വെച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിനൊരു തുടക്കമാവാം. ജീവിതത്തിന് നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കുറച്ചുകൂടി എനിക്ക് എനർജറ്റിക് ആയിട്ട് വരണം, അല്ലെങ്കിൽ എനിക്ക് പവർഫുൾ ആയിട്ട് വരണം. അങ്ങനെയല്ലേ പാമ്പുകളൊക്കെ പവർഫുൾ ആയിട്ടാണ് പിന്നെ മുന്നോട്ട് വരുന്നത്. വൃക്ഷങ്ങളോ പഴയതുപോലെ തന്നെ അല്ലല്ലോ മുന്നോട്ട് വരുന്നത്, പഴയതിനേക്കാളും ഉന്മേഷം പ്രാപിച്ചാണ് മുന്നോട്ട് വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും ആ ഒരു എനർജിയിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നു. പഴയ ചില ദുരനുഭവങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പഴയ ദുരന്തങ്ങളെ, ദുരനുഭവങ്ങളെ, മോശമായ സാഹചര്യങ്ങളെ ഒക്കെയും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നു. ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക്. അതാണ് ഇവിടെ പറയുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ലൈഫിലേക്ക് നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ ഇവിടെ ഇതുവരെയും ആഗ്രഹിച്ചിരുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ആ തുടക്കമാണ് നിങ്ങൾക്ക് വളരെയധികം എനർജറ്റിക് ആയിട്ട് പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഏത് കാര്യത്തിനായാലും. മനസ്സിലായി? ഇവിടെ ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം, യോഗ ചെയ്യുന്നുണ്ടാവാം, അതുപോലെ തന്നെ കൃത്യനിഷ്ഠയോടുകൂടി ഒരു ജീവിതചര്യ പാലിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ചിട്ടുണ്ടാവണം. അതിലൊക്കെ നിങ്ങൾക്ക് ചക്രാസൊക്കെ ആക്റ്റീവ് ആകുന്ന സമയം ശരീരത്തിന് പുതിയ ഉന്മേഷം വരുന്നുണ്ട്, മനസ്സിന് പുതിയ ഉന്മേഷം വരുന്നുണ്ട്. ശരീരം മാത്രം പോരല്ലോ, മനസ്സും അതിനൊപ്പം തന്നെ നിന്നുവെങ്കിൽ മാത്രമേ പ്രോഗ്രസ്സിലേക്ക് വരാൻ പറ്റൂ. എന്ന് പറയുന്നത് പോലെ നല്ല ഒരു അഭിവൃദ്ധിയിലേക്ക്, അത് സാമ്പത്തികപരമായാലും മറ്റ് ഭൗതികപരമായാലും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ടാരോ കാർഡ്സ് നോക്കട്ടെ നമുക്ക്. ഇവിടെ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ്, എന്ത് പ്രോഗ്രസ് ആണ്, എന്തിന്റെ കാര്യത്തിലുള്ള പ്രോഗ്രസ് ആണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. കണ്ടില്ല, ശരീരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇവിടെ പവർഫുൾ ആകുന്നു. ഇവിടെ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് മുന്നോട്ട് വന്ന് വലിയൊരു സക്സസിലേക്ക് വരാൻ സാധിക്കുന്നു, നല്ലൊരു ഹാപ്പിനെസ്സിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാത്തിലും ഒരു വിജയം നിങ്ങൾക്ക് ഇവിടെ സിദ്ധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇവിടെ പവർഫുൾ ആവുന്നു എന്ന് പറയുന്നത്. സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടെങ്കിൽ അതിന് ലൈസൻസ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് നന്നായിട്ട് അത് ഓടിക്കാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ കുതിരവണ്ടി ഓടിക്കുന്ന ആളിന് ആ ഒരു കടിഞ്ഞാൺ പോലും ഇല്ലാതെ അത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി ഓടിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, കൈവിട്ടാണ് വാഹനം ഓടിക്കുന്നത് ഇവിടെ.
അപ്പോൾ അത്രമാത്രം പവർഫുൾ ആണ്. ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ടാവണം. മനസ്സിലായ? ആ ഒരു കൃത്യമായ ലക്ഷ്യത്തെ മുൻനിർത്തണം. എന്നിട്ട് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവണം നിങ്ങളുടെ ജീവിതത്തിൽ. കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ടാകണം, കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. പിന്നെയോ അവിടെ ഒരു ഗോൾ ഉണ്ടാകണം. ഒന്നുമില്ല എങ്കിൽ എന്താണ്? അർത്ഥമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾ നയിക്കുന്നു എന്ന് വേണം കരുതാൻ. അത് അവിടെ നിങ്ങൾക്ക് പരാജയമാണ്. നിങ്ങൾക്ക് സക്സസിലേക്ക് വരണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാവണം. കൃത്യമായ ലക്ഷ്യമുണ്ടാകണം, കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടാവണം, കൃത്യമായിട്ടൊരു ഗോൾ ഉണ്ടാവണം. അത് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു മെന്റൽ സ്ട്രെങ്ത് കൈവരുത്തണം. മെന്റൽ സ്ട്രെങ്ത് കൈവരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും പവർഫുൾ ആകണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവികതയിലേക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരണം. ഇവിടെ അതാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആണ് ഈ ജീവിതത്തിൽ. ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൽ സക്സസ് നേടാൻ കഴിയുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറെ നല്ല സന്തോഷങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിച്ചിരിക്കാതെ തന്നെ നിങ്ങൾക്ക് അതിശയം തോന്നും. നിങ്ങളെ അതിശയിപ്പിക്കുന്ന വിധത്തിലാവണം നിങ്ങളുടെ ഒരു മുന്നേറ്റം വരുന്നത്. പലരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എനർജി, നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുന്നു, നിങ്ങൾ വളരെയധികം എനർജറ്റിക് ആണല്ലോ, സ്മാർട്ട് ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, പുതിയ വീടിന് അല്ലെങ്കിൽ പുതിയ ജോലി. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. തന്നെയുമല്ല, ഇതിനപ്പുറമായിട്ട് നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഹെൽത്ത് ഉണ്ടാവുന്നു. ആ ഹെൽത്തിന്റെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പരസ്പരം ഒരു ഹീലിങ്ങിലൂടെ, സ്വയം ഒരു ഹീലിങ്ങിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അതാണല്ലോ സ്വയം ഹീലിംഗ് അല്ലേ പാമ്പുകൾ പടം പിടിച്ച് മുന്നോട്ട് വരുന്നത് എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾക്കും അത്തരത്തിലുള്ള നല്ല എനർജിയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു, പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ രണ്ട് കാർഡ്സിലും പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ ബ്ലോസമിങ് അബണ്ടൻസ് ആണ്, കണ്ടില്ലേ? ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നമ്പർ 3 ആണ്. വളരെ നല്ല ബ്ലെസ്സിങ്സ് ആണ്, ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? അബണ്ടൻസ് ഉണ്ടല്ലേ? അബണ്ടൻസിലേക്കുള്ള ഒരു വരവാണ്. അതായത് സമൃദ്ധി, ബ്ലോസമിങ് അബണ്ടൻസ് ആണ്. ഏതൊരു കാര്യത്തിൽ നിങ്ങളെ അമ്പരപ്പിക്കുന്ന, നിങ്ങളെ ഒരുപാട് ആകർഷിക്കുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കത്തക്ക വിധത്തിലുള്ള ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഏതൊരു കാര്യത്തിലും ദൈവികമായ അനുഗ്രഹം നമ്പർ 3 ആണ്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാനും സന്തോഷത്തിലേക്ക് പോകാനും സാധിക്കുന്നു. ബ്ലോസമിങ് അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്പർ 1 ഫസ്റ്റിലെ തന്നെ നമുക്ക് റെജുവിനേഷൻ വന്നിരിക്കുന്നത് എന്താണ്? നമ്പർ 1 ആണ് അല്ലെ? ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് വളരെയധികം സക്സസ് വരുന്നുണ്ട്. അതുപോലെ അബണ്ടൻസിലേക്കും പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തിന്റെ അബണ്ടൻസ് ആണെന്ന് നമുക്ക് നോക്കാവേ. ഇവിടെ അബണ്ടൻസ് 9 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നും മുന്നോട്ട് കടക്കാൻ കഴിയും. ഇവിടെ കർമ്മ റിലീസ് ആവുന്ന സമയമാണ്. കർമ്മ അനുഭവിക്കുന്നു. ഇവിടെ കർമ്മയിൽ നിന്ന് നിങ്ങൾ റിലീസ് ആവുന്നുണ്ട്. ഇവിടെ അതുപോലെ എന്നിട്ട് ഫ്രഷ് സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ അതുപോലെ തന്നെ 9 ഓഫ് സോഡിന്റെ എനർജി വന്നു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് കർമ്മ അനുഭവിക്കുന്നുണ്ട്. മാനസികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, മറ്റുള്ളവരെ ഏൽപ്പിച്ച ആഘാതങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കർമ്മയുടെ ഒരു അവസാനമായിട്ടുണ്ട്. ഈ കർമ്മ തീരാറാവുമ്പോഴാണ്, കർമ്മ എല്ലാം കൂടെ തീർന്നു കിട്ടുമെന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ എന്തിനാണ് 9 ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത്? ഒരു ക്ലാരിഫിക്കേഷൻ നമുക്കൊരു കാർഡ് എടുക്കാവേ. 4 ഓഫ് വാൺസ് ആണ്, കണ്ടല്ലേ? ഇവിടെ വിവാഹത്തിന് ആർക്കെങ്കിലുമൊക്കെ വിവാഹം നടക്കുന്ന എനർജി ഉണ്ട്. ആരെങ്കിലും ഇഷ്ടമുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്ന എനർജി ഉണ്ട്. നിങ്ങൾ ഇവിടെ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത്. അതായത് 11 കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവണം. അവരൊക്കെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും മുന്നോട്ട് വരികയാണ്.
എങ്ങനെ മുന്നോട്ട് വരുന്നു ആത്മീയതയിലേക്ക്, കുറച്ച് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് മനസ്സമാധാനം നേടി ഡിവൈനുമായിട്ടൊന്ന് കണക്ട് ആയിക്കൊണ്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് നിങ്ങൾ 1111 കാണാൻ തുടങ്ങുന്നത്, ബട്ടർഫ്ലൈസിനെ കാണാൻ തുടങ്ങുന്നത്, റെയിൻബോ കാണാൻ തുടങ്ങുന്നത്, പക്ഷിത്തൂവലുകൾ വന്ന് വീഴുന്നതും ഒക്കെയും ഈ ഒരു എനർജിയിലാണ്, ഈ ഒരു സമയത്താണ്. മനസ്സിലായോ? പൂക്കളില്ല എങ്കിൽ പോലും ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് ചുറ്റും വരും. അപ്പോൾ ഇത് നിങ്ങളുടെ സ്ഥായിയായ ഒരു ലൈഫിനെ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്ന, മനസമാധാനം നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു 9 ഓഫ് സോഡിന്റെ എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എല്ലാം നമുക്ക് പറയാൻ പറ്റുന്നത് ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നും, ദുഃഖങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നു. കർമ്മ കുറച്ച് റിലീസ് ആവുന്നു. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ആത്മീയതയിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. വന്നിരിക്കുന്നത് ഫസ്റ്റ് ചക്ര ആർക്കേഞ്ചൽ മിഖായേലാണ്. ഫസ്റ്റ് ചക്ര എന്ന് പറയുമ്പോൾ ഏതാണ്? 3+5 8. 8 എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ അബണ്ടൻസ് തന്നെയാണ്. ഇവിടെ അബണ്ടൻസ് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികപരമായ അഭിവൃദ്ധിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് ചക്ര എന്ന് പറയുമ്പോൾ 7 ചക്രാസിൽ ഫസ്റ്റ് ചക്ര വരുന്ന ഏതാണ്? റൂട്ട് ചക്ര. റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന സാമ്പത്തികം ലഭിക്കും. മണി ബ്ലോക്ക് മാറിക്കിട്ടുന്നതാണ് ഇവിടെ. നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റൂട്ട് ചക്രയെ നിങ്ങൾ ഒന്ന് കണ്ടുകൊണ്ട് അവിടെ നിന്നൊരു ചുവന്ന പ്രകാശം, ചുവന്ന കളറാണ് റൂട്ട് ചക്രയ്ക്ക്, അവിടെ നിന്നും നിങ്ങൾ ചുവന്ന ഒരു പ്രകാശം വരുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. മനസ്സിലായോ? 7 ചക്രാസിനെ നിങ്ങൾ മനസ്സിൽ കാണണം. എന്നിട്ട് ഇങ്ങനെ അപ്പൊ ഇത് ഈ ഫസ്റ്റ് ചക്രാസിനെ നിങ്ങൾക്ക് ആക്റ്റീവാക്കാൻ നിങ്ങൾക്ക് ആർക്കേഞ്ചൽ മിഖായേലിനെ വിളിക്കാവുന്നതാണ്. ആർക്കേഞ്ചൽ മിഖായേൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് എന്താണ് തരുന്ന? പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പ്രൊട്ടക്ഷന് വേണ്ടി, നിങ്ങളുടെ ചക്രാസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾക്ക് ആർക്കേഞ്ചൽ മിഖായേലിനെ അല്ല എങ്കിൽ മൈക്കേൽ എന്നും മിഖായേൽ എന്നും പറയും. ചിലരൊക്കെ മിഖായേൽ എന്ന് പറയും, ചിലരൊക്കെ മൈക്കേൽ എന്ന് പറയും. അപ്പൊ ഈ ഏഞ്ചലിനെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതൊരു മസ്കുലീൻ എനർജി ഉള്ള ഏഞ്ചലാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഏഞ്ചൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഏഞ്ചലിനെ വിളിക്കാവുന്നതാണ്. റൂട്ട് ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റൂട്ട് ചക്ര ആക്റ്റീവ് ആവുകയും നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന സാമ്പത്തികം തിരികെ ലഭിക്കാനുള്ള കഴിവുണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു എനർജി നിങ്ങളിലേക്ക്, മണി എനർജി നിങ്ങളിലേക്ക് വരുന്നു. മണി ബ്ലോക്കുകൾ നിങ്ങൾക്ക് മാറിക്കിട്ടുകയും നിങ്ങൾ ഹെൽത്തിലേക്കും വെൽത്തിലേക്കും മുന്നോട്ട് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെയും 3+5 8 ആണ്. അബണ്ടൻസിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ തുടക്കം വരുന്നുണ്ട്, ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്, അബണ്ടൻസ്. ഇതെല്ലാം നിങ്ങളിലേക്ക് ഇന്നത്തെ നല്ല ദിവസമാണ്. ഇവിടെ കൊണ്ടൊക്കെ എല്ലാവർക്കും ഒരേപോലെ സക്സസിലേക്ക് പോകാൻ സാധിക്കുന്ന പ്രോഗ്രസ് വരുന്നുണ്ട് ജീവിതത്തിൽ. നല്ല എനർജീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പലരും ഉള്ളതിനെ ഒന്നും കാണുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, അല്ലേ? ദൈവം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, കൈകൾ തന്നിട്ടുണ്ട്, കാലുകൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ശരീരം തന്നിട്ടുണ്ട്, നല്ല മനസ്സ് തന്നിട്ടുണ്ട്, സൗന്ദര്യം തന്നിട്ടുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള മാർഗം തന്നിട്ടുണ്ട്, ദാഹത്തിന് ജലം കുടിക്കാനുള്ള മാർഗം തന്നിട്ടുണ്ട്, കിടന്നുറങ്ങാൻ വീട് തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെയും ചിലരൊന്നും ഇതൊന്നും ഓർക്കുകയേയില്ല. എല്ലായ്പ്പോഴും പരാതിയാണ്. ക്ഷേത്രങ്ങളിൽ പോയാൽ, പള്ളികളിൽ പോയാൽ, ആരാധനാലയങ്ങളിൽ എവിടെയാണോ മോസ്കിൽ ഒക്കെ പോകുമ്പോൾ പറയുന്നത് എന്താണ്? എനിക്ക് അത് താ ദൈവമേ, ഇത് താ, എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല, എന്നിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു. ഇതൊന്നും പറയാൻ പാടില്ല. ദൈവം തന്നതിനൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ് വേണ്ടത്.
മനസ്സിലായി? ഇവിടെ ഒറ്റപ്പെട്ടു, ഞാൻ സ്നേഹിക്കുന്ന പോലെ ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല, അല്ല എങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു വരുന്നില്ല, എനിക്ക് മറ്റൊന്നുമില്ല, ദൈവം എന്നിൽ നിന്ന് ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെയൊക്കെയുള്ള പരാതി പറച്ചിലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ആരും പരാതി പറയാൻ പാടില്ല. നിങ്ങൾ അതുല്യരാണ്, മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയുണ്ടോ? നിങ്ങൾ ജോലി ചെയ്ത് മണി നേടാൻ ശ്രമിക്കുക. മനസ്സിലായി? അങ്ങനെയാണ് സ്വയം കഴിവുകൾ ഉപയോഗിക്കുക. സ്വന്തമായിട്ടൊരു കഴിവുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കാതിരിക്കരുത്, അതിനെ കാണാതിരിക്കരുത്. മനസ്സിലായോ? അത്തരത്തിലുള്ള ഒരു പ്രോഗ്രസ്സിലൂടെ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പരാതി പറച്ചിലിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും. തന്നതിനെല്ലാം എല്ലായ്പ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഏറ്റവും നല്ലതാണ്. എപ്പോഴും യൂണിവേഴ്സിന് താങ്ക് യു പറയണം. മനസ്സിലായി? അങ്ങനെ താങ്ക് യു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം ആർദ്രമാകണം. അങ്ങനെ യൂണിവേഴ്സിന്റെ എനർജിയുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ആവാൻ സാധിക്കും. യൂണിവേഴ്സ് നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് കണക്ട് ആവും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും. മനസ്സിലായി? അതാണ് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. എന്താണ്? ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് വരുന്നു എന്നുള്ളതാണ്. ഒത്തിരി ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്, അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ എന്താണ് വേണ്ടത്? അതുകൊണ്ട് ഒരു കാരണവശാലും ഒന്നും ഇല്ല ഇല്ല എന്നുള്ള പരാതി പറയുകയേ ചെയ്യരുത്. മനസ്സിലായോ? അടുത്തായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒത്തിരി ആൾക്കാരെ സ്നേഹിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ സെൽഫ് ലവ് ചെയ്യുന്ന എനർജി. ആ സെൽഫ് ലവ് ചെയ്യണം നിങ്ങൾ. മനസ്സിലായി? ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെക്കാളും കഴിവുള്ളവരായിട്ട് വേറെ ആരുമില്ല എന്നൊക്കെ സ്വയം ഒന്ന് പറഞ്ഞു നോക്കി. ഐ ആം കേപ്പബിൾ, ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. ഇതൊക്കെയാണ് പറയേണ്ടത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. മറ്റുള്ളവരും ഇതേപോലെയുള്ള സോളുകളാണ്, മനോഹരങ്ങളായ സോളുകളാണ് എല്ലാവരും. നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലും അത് കാണാൻ കഴിയും. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ കൂടി വിലമതിക്കുന്നത്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഉയർച്ച വരില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ഇങ്ങോട്ട് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടി കിടക്കും. ഇതാണ് നിങ്ങളിലേക്ക് പിന്നെ വന്നു ചേരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കുറ്റം പറയുക, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവുക ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, അതിനൊക്കെ നന്ദി പറയുകയാണ് വേണ്ടത്. ഇവിടെ സ്നേഹിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ, സെൽഫ് ലവ് ചെയ്യുമ്പോൾ എന്താണ്? ഹൃദയം ആർദ്രമാകും. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് അവിടെ. സ്നേഹം. മനസ്സിലായോ? മെന്റലി ഫിസിക്കലി ഒക്കെ നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ നടക്കും. അപ്പോഴാണ് മറ്റുള്ളവരെ കൂടി സ്നേഹിക്കാനും ജീവിതത്തിലൊരു പ്രോഗ്രസ് കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതിന്. അടുത്തതായിട്ട് എന്താണെന്ന് നോക്കാം. ഒരു കാർഡ് കൊണ്ട് എടുക്കാവേ. ഇവിടെ കണ്ടില്ലേ, ദ തിങ്കിങ് മാൻ ആണ് വന്നിരിക്കുന്നത്. എപ്പോഴും 4 + 6 10. നിങ്ങൾക്കറിയാമല്ലോ, നമ്പർ 1ന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമ്പർ 1ന്റെ എനർജി, അതായത് 10 എന്നിവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ 10 കാണുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരു തുടക്കമാണ് വരാൻ പോകുന്നത്. മനസ്സിലായോ? ഇത് തന്നെയാണ് 1ന്റെ എനർജിയാണ്. അപ്പോൾ 11 നമ്പർ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് തിങ്കിങ് മാനാണ്. ഏതൊരു കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം തിങ്ക് ചെയ്യണം. എല്ലായ്പ്പോഴും ഓവർ തിങ്കിങ് ഒരിക്കലും പാടില്ല. അതിന്റെ ആവശ്യമില്ല. ഓവറായിട്ട് തിങ്ക് ചെയ്ത് എന്ത് സാധിക്കാനാണ്? ഒന്നും സാധിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഒന്നും സാധിക്കാൻ പറ്റില്ല. ബുദ്ധിപൂർവ്വം തിങ്ക് ചെയ്യുക. അവിടെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നത്. അല്ലാതെ എപ്പോഴും ഒരിടത്തും അടിപിടിച്ചിരിക്കുക, ഓവറായിട്ട് തിങ്ക് ചെയ്യുക, ഇത് യാതൊരു പ്രയോജനവുമില്ല. എനർജി ലോസ് ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്ന ഒരു പരിപാടിയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക. ബുദ്ധിപൂർവ്വം ആവശ്യമുള്ള കാര്യങ്ങൾക്കായിട്ട് തിങ്ക് ചെയ്ത് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക, തുടക്കത്തിലേക്ക് വരിക. അതാണ് ആവശ്യമുള്ള കാര്യത്തിലേക്ക് മാത്രം തിങ്കിങ് എടുത്താൽ മതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു കാർഡ് എടുക്കാം.
ഇവിടെ 9 ഓഫ് വാൺസിന്റെ എനർജിയാണ്. പിന്നീട് ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. പുതിയതായിട്ട് കണ്ടില്ലേ, ഇവിടെ എന്തോ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് എന്തിനോ ഒരു കാര്യത്തിന് ഇവിടെ ക്ലാരിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ എന്തോ കാത്തിരിക്കുന്നുണ്ട്. 9 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു 9 ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം കൂടെ വരണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കംപ്ലീഷന് വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റിങ്ങിലാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളാവാം, സാഹചര്യങ്ങളാവാം, സന്ദർഭങ്ങളാവാം. മനസ്സിലായോ? ആരുടെയെങ്കിലും ഒരു സ്നേഹത്തിന് വേണ്ടിയും ആവാം. അവരില്ല എങ്കിൽ എൻ്റെ ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ള ചിന്തയോടുകൂടിയുള്ള വെയിറ്റിംഗ് ആയിരിക്കാം. പക്ഷെ ഇത് ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കാനോ ഫ്ലൈറ്റ് യാത്രയ്ക്കുള്ളതോ എന്തോ ആയിരിക്കാം, ഒരു യാത്ര നടത്താനുള്ളതും ആയിരിക്കാം. ഇവിടെ നിങ്ങൾ ഇത് ബുദ്ധിപൂർവ്വം ആലോചിച്ച് തീരുമാനിച്ച ഒരു കാര്യമാണ്. പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. 5th ചക്ര ആർക്കേഞ്ചൽ ഗബ്രിയേൽ ആണ് വന്നിരിക്കുന്നത്. ആർക്കേഞ്ചൽ ഗബ്രിയേൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഗബ്രിയേൽ ഒരു ഫെമിനിൻ എനർജിയുള്ള മാലാഖയാണ്. അതായത് ഇവിടെ ത്രോട്ട് ചക്രയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ത്രോട്ട് ചക്ര നീല കളറുള്ള ചക്രയാണ്. 5ാമത്തെ ചക്രയാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് 7 ചക്രാസിൽ. അപ്പോൾ ഈ ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. അവിടെ നീലപ്രകാശം വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. മറ്റുള്ളവരോട് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു കഴിവ്, ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. മനസ്സിലായത്? നമുക്ക് കോടതി കേസുകളിലൊക്കെ പലപ്പോഴും പരാജയം വരുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ അതല്ല, ഇനി മറ്റുള്ള സൊസൈറ്റിയിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുന്ന ചില കാര്യങ്ങളിൽ, ചില ബിസിനസ് കാര്യങ്ങളിൽ, ചില ഷോപ്പുകളിലൊക്കെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് കുറവ്, ആ ഒരു കഴിവില്ലായ്മ ചിലപ്പോൾ ചില പരാജയങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിട്ടേക്കാം. മനസ്സിലായോ? ചിലപ്പോൾ കോടതി കേസുകളിലായാലും നിങ്ങൾക്ക് ക്ലിയറായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം. പറയാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട്. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് ആശയവിനിമയം ചെയ്യുക. അതാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്സിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ 5th ചക്രയുള്ള ആക്ടിവേഷൻ തരുന്നത് നമുക്ക് ആർക്കേഞ്ചൽ ഗബ്രിയേൽ ആണ് എന്നാണ്. അപ്പോൾ ഗബ്രിയേൽ മാലാഖയെ വിളിക്കുക. എല്ലാ മാലാഖമാരെയും വിളിക്കാവുന്നതാണ്. എല്ലാവരെയും നിങ്ങൾ വിളിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു പറയാം, എല്ലാവർക്കും ലവ് യു പറയാം. മനസ്സിലായോ? അപ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ആർക്കേഞ്ചൽമാരെ വിളിക്കാവുന്നതാണ്. അവർ നമ്മളോടൊപ്പം നമ്മുടെ സഹായത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.